എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ മുൻ അലോട്ട്മെൻറ്റുകളിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നോ ചേഞ്ച് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ ഈ ഒരു ജൂൺ 20-ാം തീയതി വൈകിട്ട് 4 മണി വരെ എടുക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലും മെറിറ്റ് കോട്ടയിലും അതുപോലെ VHSCയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം അവിടെ അഡ്മിഷൻ എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യപ്രകാരം മാത്രം നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഹയർ സെക്കൻഡറിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. അക്കാര്യം കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സ്പോർട്സ് കോട്ടയിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 20-ാം തീയതി വൈകിട്ട് 4 മണി വരെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.